റോമൻ സിവിലൈസേഷൻ തകർന്നതിൽ ഒരു കാരണം പറയുന്നത് ലെഡ് പോയ്സണിങ് ആണ്. അവിടുത്തെ അന്തരീക്ഷത്തിൽ ഫുള്ള് ലെഡ് ഉണ്ടായപ്പം അത് ആളുകളെ ശ്വസിച്ചിട്ട് അവരുടെ ഐക്യു കുറയുകയും അങ്ങനെ അത് സിവിലൈസേഷൻ്റെ പരാജയത്തിലേക്ക് നയിക്കുകയും ചെയ്തു എന്നാണ് ഒരു തിയറി. ഇതുപോലെ നമ്മുടെ ജനറേഷനിൽ ഉണ്ടാകാൻ പോകുന്ന സംഗതിയാണ് പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക്കിൻ്റെ പല ദൂഷ്യഫലങ്ങൾ നമുക്കറിയാമെങ്കിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് ഇറങ്ങിയ ഈ ഒരു ആർട്ടിക്കിൾ ശരിക്കും എല്ലാവരുടെയും കണ്ണ് തുറപ്പിക്കേണ്ട ഒരു ആർട്ടിക്കിളാണ്. ഇതിൽ മാത്യു കാമ്പൻ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് അവർ ന്യൂ മെക്സിക്കോ യൂണിവേഴ്സിറ്റിയും ചെയ്ത ഒരു സ്റ്റഡിയാണ്. അപ്പോൾ അതിലവർ ചെയ്തത് 2016 2024 ബയോ ബാങ്ക് സാമ്പിൾസ് ബ്രെയിനിൻ്റെ അതെടുത്തിട്ട് ഒരു വലിയൊരു ഗ്യാസ് ക്രോമറ്റോഗ്രഫി പോലുള്ള ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള മൈക്രോ നാനോ പ്ലാസ്റ്റിക്സിൻ്റെ ലെവൽ അസസ് ചെയ്തു. അപ്പോൾ സാധാരണ നമ്മൾ വിചാരിക്കുക ബ്രെയിനിലൊന്നും പ്ലാസ്റ്റിക് കണ്ടൻറ്റ് ഉണ്ടാവില്ല എന്നാണ്. അതേസമയം അവർ കണ്ടെത്തിയത് ലിവറിലും കിഡ്നിയിലും ഒക്കെ ഉള്ളതിനേക്കാളും 7 to 30 ടൈംസ് പ്ലാസ്റ്റിക് കണ്ടൻറ്റ്, അതായത് മൈക്രോ നാനോ പ്ലാസ്റ്റിക് കണ്ടൻറ്റ് നമ്മുടെ ബ്രെയിനിൻ്റെ ഫ്രണ്ടൽ ലോബിലുണ്ട് എന്നാണ് ഇവർ കണ്ടെത്തിയിട്ടുള്ളത്. ശരിക്കും നമ്മൾ പ്രതീക്ഷിക്കുക ലിവറിലും കിഡ്നിയിലും ഉണ്ടാകുന്നതാണ്, കാരണം അത് നമ്മുടെ ഫിൽട്ടർ ഓർഗൻസ് ആണ്. അതേസമയത്ത് ബ്രെയിനിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് തന്നെ ഒരു ഡിബേറ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണിത്. എന്തായാലും പ്ലാസ്റ്റിക് കണ്ടൻറ്റ് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുമ്പോൾ അത് ഡിമെൻഷ്യ, അതല്ലെങ്കിൽ പാർക്കിൻസൺസ് പോലുള്ള വലിയ പ്രശ്നങ്ങൾക്ക് അത് കാരണമാകും. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഹെൽത്ത് പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് ഇനിയും കണ്ടുപിടിക്കാനിരിക്കുന്നുണ്ട് എന്നാണ് ഇതൊക്കെ കാണിക്കുന്നത്. മാക്സിമം പ്ലാസ്റ്റിക് നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് നമുക്ക് നല്ലത്.